കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായി നമ്മുടെ കൂടെ നടക്കുന്നു. നാം അവിടത്തോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം പദ്ധതികൾ തയ്യാറാക്കി കഴിയും. നമ്മുടെ ബൈബിളിലെ ഓരോ വിശ്വാസ കഥാപാത്രങ്ങളും ദൈവത്തെ അന്ധമായി വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും അവരെ ദൈവം അനുഗ്രഹിച്ചു, സമൃദ്ധമായി അനുഗ്രഹിച്ചു. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാടിൽ പറയുന്നു. സോളമൻ രാജാവ് കർത്താവിനോട് ചേർന്ന് നിന്ന് അവിടത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. സോളമൻ രാജാവിനെ മറ്റു രാജാക്കന്മാരെക്കാൾ ജനങ്ങളെ ഭരിക്കാൻ വേണ്ട ബുദ്ധിയും സാമർഥ്യവും സമ്പത്തും നൽകി ദൈവം അനുഗ്രഹിച്ചു. സോളമൻ അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. ദൈവം സോളമൻ ദേവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചതൊക്കെയും പണിത് പൂർത്തിയാക്കി എന്ന് പറയുന്നു. കർത്താവിൻ്റെ ഹിതം നിറവേറ്റി കഴിയുമ്പോൾ സോളമൻ രാജാവിനെ താൻ ആഗ്രഹിച്ചതും അതിൽ കൂടുതൽ നൽകി ദൈവം അനുഗ്രഹിച്ചു. മറ്റു രാജാക്കന്മാർ സോളമൻ്റെ അറിവിലും പ്രബോധനത്തിലും അവനെ അത്യധികമായി ആരാധിച്ചു. അവൻ്റെ കഴിവിൽ മറ്റു രാജാക്കന്മാർ ആശ്ചര്യപ്പെട്ടു. നീ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.